ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മൺഡേ ആണ്. അപ്പം മൺഡേസ് പൊതുവേ കുറച്ച് ലേസി ഡേ ആണല്ലോ. അപ്പൊ ഞാൻ എനിക്ക് തന്നെ ഒരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്ന് ബേസിക്കലി ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ, നമ്മൾ എങ്ങനെയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് ബേസിക്കലി കാണിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയല്ല, പക്ഷെ ഇന്ന് ഈ ഒരു മൺഡേ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം എങ്ങനെയായിരിക്കും എന്ന് എനിക്കും അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. രാവിലെ 5:50 ആണ് നമ്മൾ പൊതുവേ എണീക്കുന്ന സമയം. ചില ദിവസം നമ്മളിങ്ങനെ സ്നൂസ് ചെയ്ത് 6:10 വരെയൊക്കെ പോകാറുണ്ട് കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ വർക്കും ഷൂട്ട്സും ഫാമിലിയും എല്ലാം മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ കരുതി ഈ ഒരു വീഡിയോ വഴി അതിനൊരു ഉത്തരം കൂടി പറയാമെന്ന്. എല്ലാം കൂടി മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇങ്ങോട്ട് എളുപ്പമുള്ളൊരു കാര്യം അല്ലെങ്കിലും നമ്മൾ വേണമെന്ന് വിചാരിച്ച് എഫേർട്ട് ഇടുവാണെങ്കിൽ പറ്റുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നറിയില്ല കേട്ടോ. പിന്നെ അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ എഫേർട്ട് ഇടുക, ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇന്നെന്താ നീ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാൻ ഒരാൾ വേണം. എൻ്റെ ലൈഫിൽ ഇതാ ഇപ്പോൾ പുറകിൽ വന്ന ഈ ഒരാളാണ് ആ ഒരാൾ. ഞങ്ങൾ രണ്ടുപേരും മൺഡേ ടു സാറ്റർഡേ വർക്ക് ചെയ്യുന്നവരാണ്. സൺഡേ മാത്രമേ ഞങ്ങൾക്ക് അവധിയുള്ളൂ. പിന്നെ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും അവധിയാണ്. അപ്പോൾ ഈ ഒരു 6 ദിവസമാണ് ടോട്ടൽ നമുക്കൊരു മാസം ഷൂട്ടുകൾക്ക് വേണ്ടിയിട്ട് കിട്ടാറുള്ളത്. ആകെ ഒരു സൺഡേ അല്ലേ കിട്ടുന്നുള്ളൂ, അതെനിക്ക് റെസ്റ്റ് എടുക്കണം അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പോവും. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു സൺഡേ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എടുക്കാനാണ് ശ്രമിക്കാറ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് തോന്നുവാണെങ്കിൽ അതും നമ്മൾ വേണ്ടാന്ന് വെക്കത്തില്ല, പോകും. എന്നിട്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ടും എല്ലാം ചെയ്യാൻ പറ്റുമോയെന്ന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. പറ്റുന്നതാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ഷൂട്ടും കൂടെ ചെയ്യും. അങ്ങനെയാണ് എല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമുക്കിനി ബാക്ക് ടു നമ്മളുടെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോവാം. രാവിലെ ജിമ്മിൽ പോകുന്നതിന് മുന്നേ പ്രീ വർക്കൗട്ട് സ്നാക്കായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് സോക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. തലേന്ന് രാത്രിയിൽ നമ്മൾ വെള്ളത്തിലിടും, രാവിലെ ജിമ്മിൽ പോകുന്നതിന് മുന്നേ കഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫിഗ് ഉണ്ട്, റേസിൻസ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കാഷ്യൂസ് ഉണ്ട്, ബദാം ഉണ്ട്. 2 3 ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് കോഫിയും. ഇതാണ് രാവിലെ ജിമ്മിൽ പോകുന്നതിന് മുന്നേ നമ്മൾ എടുക്കാറുള്ളത്. ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ് ബാം ഇത്രയാണ് യൂസ് ചെയ്യാറ്. സൺസ്ക്രീൻ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യത്തില്ല, കാരണം നമ്മൾ തിരിച്ചു വന്നിട്ട് എന്തായാലും കുളിക്കും. അത് കഴിഞ്ഞിട്ടാണ് നല്ലപോലെ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് ഒരു പേരിന് മാത്രം സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ 6:30-ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ് ജിമ്മിലേക്ക്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് 6:40 ആയി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം വഴിയെ കാണാം. 2 to 3 വീക്സ് ഗ്യാപ്പിന് ശേഷം ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാതെ ജനറൽ ആയിട്ടുള്ള ബോഡി എക്സസൈസസ് ആണ് ഇപ്പോൾ എന്നെ ഇവിടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ജിമ്മിൽ നമ്മൾ പോകുന്നത് ബോഡി ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, മനസ്സിനും ശരിക്കും ഒരു പോസിറ്റിവിറ്റി കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ജിമ്മിലും കൂടെ പോയില്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേ എത്ര ബോറിംഗ് ആയിരിക്കും എന്നുള്ളത്.
രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ മുന്നേ വരെ ഈവനിങ്സിലായിരുന്നു ഞങ്ങൾ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ജിമ്മ് മിസ്സാവാറുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഉങ്ക് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആവും, അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും മീറ്റിങ്സ് വരും. അങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ നമുക്ക് ജിമ്മ് മിസ്സാവുമായിരുന്നു. അതുകൊണ്ടാണ് മെയിൻലി ഞങ്ങൾ രാവിലെ പോയി തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ നമുക്കിതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്തത്. രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മൺഡേ മോർണിംഗ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു കുപ്പി വെള്ളമെങ്കിലും മിനിമം കുടിക്കണം. ഇതിൽ നിറച്ച് വെച്ചാൽ കുടിക്കും. റിമൈൻഡർ ഒന്നും വേണ്ട, വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇനി ഒരു 40 to 45 മിനിറ്റ്സ് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ ഇരിക്കാം. ടി വി ഒക്കെ കണ്ടു വേണമെങ്കിൽ വെറുതെ ഇരിക്കാം. എന്നും ഇങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഇന്നിപ്പം മൺഡേ ലേസി ഡേ ആയതുകൊണ്ട് നമുക്ക് വലിയ കുക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ടാണ് രാവിലെ ഇത്ര സമയം കിട്ടിയത്. നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം സൺഡേ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സോർട്ടഡ് ആയി. അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേണ്ട. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ച് തന്നെ നമുക്ക് കുറേ സമയം പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചിനാണെങ്കിലും ഇന്നലെ നമ്മൾ കൂട്ടാനും അതേപോലെ തോരനും ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചോറ് മാത്രം വെച്ചാൽ മതി, കൂട്ടാനൊന്നും വെക്കണ്ട. പിന്നെ രാത്രിയിലത്തേക്കാണെങ്കിലും ഇന്നലെ രാത്രി നമുക്ക് പുട്ടും കടലയായിരുന്നു. അപ്പോൾ കടല നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിൽ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി, കറി ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മൺഡേ അങ്ങനെ വലിയ കുക്കിംഗ് ഡേ അല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഫ്രീ ഉണ്ട് രാവിലെ കുറച്ച് സമയം. ഇനിയിപ്പം റിലാക്സ് ചെയ്തിരിക്കാൻ കുറച്ച് നേരം. പിന്നെ ഒരു 9:50 ഒക്കെ കഴിയുമ്പോൾ ഏട്ടൻ ഓഫീസിൽ പോകാൻ ഇറങ്ങും, ഞാനും പതുക്കെ ലോഗിൻ ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മളുടെ മൺഡേ മോർണിംഗ് പരിപാടികൾ. പിന്നെന്താ, ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് നിങ്ങൾ യൂട്യൂബിൽ ഓറഞ്ച് ഓട്ട്മീൽ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഓരോ വീഡിയോസ്. പക്ഷേ ഈ സംഭവം കിട്ടത്തില്ല കേട്ടോ. കാരണം ഇത് ഞാൻ വീഡിയോ ഒന്നും നോക്കി ചെയ്തതല്ല. ഞാൻ ഇന്നലെ വെറുതെ ഇവിടെ ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓസ്ട്രിയയിൽ പോയപ്പം അവിടെ നമ്മൾ ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയപ്പോൾ ഒരു ബൗളിനകത്ത് അവർ ഈ ഓവർനൈറ്റ് ഓട്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓറഞ്ച് ആയിരുന്നു ഫ്ലേവർ. അത് അന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അത് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഓറഞ്ചും പിന്നെ കുറച്ച് പോമിഗ്രാനൈറ്റ് ഇട്ടു, പിന്നെ കുറച്ച് ബ്ലൂബെറി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇട്ടതെന്നൊക്കെ ഞാൻ ചുമ്മാ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് കഴിച്ചു നോക്കിയില്ല, നോക്കട്ടെ. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. എളുപ്പവുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയുമാണ്. അപ്പം ഞാനിത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരും. ആദ്യം റോൾഡ് ഓട്സ് നമ്മളിങ്ങനെ പാത്രത്തിലോട്ട് എടുക്കുക. 3 സ്പൂണാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റോൾഡ് ഓട്സ് എടുത്തു, അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം അതിന്റെ ആ സെയിം ലെവലിൽ മിൽക്ക് എടുത്തു. അപ്പൊ നമ്മൾ ആദ്യം റോൾഡ് ഓട്സ് എടുത്തു, അതിലേക്ക് സെയിം ലെവലിൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഓരോ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ട തൈരാണെങ്കിൽ അതായിരിക്കും നല്ലത്. രണ്ടിലേക്കും കുറച്ച് ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ കാർഡമമിൻ്റെ ഫ്ലേവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 to 4 ഡ്രോപ്സ് രണ്ടിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും.
ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണോളം ഹണി ആഡ് ചെയ്യും. ഇനിയാണ് നമ്മളുടെ മെയിൻ ഐറ്റം ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഡിവൈഡ് ചെയ്ത് രണ്ടിലും കൂടെ ആഡ് ചെയ്യുന്നത്. എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ നാരങ്ങ പിഴിയുന്ന സാധനമില്ലേ, അതിനകത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്യും. അതിനുശേഷം കൈ കൊണ്ടെടുത്ത് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചുള്ള വലിയ പണിയുള്ള പരിപാടിയൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ദാ ഇവിടെ ഇപ്പോൾ ഇച്ചിരി പോമിഗ്രാനൈറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ഐറ്റം ഓറഞ്ച്, അതും കൂടെ കുറച്ച് പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിനി ഇത് അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെ ഏട്ടൻ ഓഫീസിൽ പോയി. ഞാൻ 9:50 ഒക്കെ ആയപ്പോൾ ലോഗിൻ ചെയ്തു. എനിക്ക് ഫസ്റ്റ് കോൾ എല്ലാ ദിവസവും 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ എന്തെങ്കിലും പെൻഡിങ് ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ മെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ടാസ്ക് നമ്മൾ പിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതെടുക്കും. അങ്ങനെയൊക്കെയാണ് രാവിലെ ചെയ്യാറ്. ഇനിയിപ്പം ലഞ്ച് വരെ പ്രത്യേകിച്ച് പരിപാടി ഇൻ ദ സെൻസ് എനിക്ക് കോൾ ഉണ്ടാവും. ഈ 10:30യുടെ കോള് മിക്ക ദിവസം ഒരു 12-12:30 വരെയൊക്കെ ചില ദിവസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉച്ച വരെ അതൊക്കെ ആയിരിക്കും. ഇനി പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ലഞ്ചിൻ്റെ ടൈമിൽ കാണാം. എന്നും ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉങ്ക ഓഫീസിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ വരുന്നത്. അപ്പോൾ ഒരു 1:45 ഒക്കെ ആയപ്പം ഞാൻ ചോറ് പതുക്കെ വാർത്തിട്ടു. പിന്നെ കൂട്ടാനും തോരനും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു എന്ന്, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു വെച്ചു. എൻ്റെ ലഞ്ച് ബ്രേക്ക് ഇന്ന് ലേറ്റായി. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഏട്ടൻ വന്ന് ചോറിനിട്ട് പോയി. ഇനി ഞാൻ പതുക്കെ TV ഒക്കെ കണ്ട് കുറച്ച് നേരം എടുത്ത് ലഞ്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു വർക്ക്. ഇത് നമ്മൾ നേരത്തെ ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് മൺഡേ ഞാനത് കുറേ പ്രാവശ്യം പറഞ്ഞില്ലേ, എന്നാലും പൊതുവെ മൺഡേ ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ചോറ്, സാമ്പാർ, പയർ തോരൻ, തൈര്, അച്ചാറ്. നമ്മുടെ ലഞ്ച് ഇതാണ്. ഹായ് ഗൈസ്, ഇപ്പോൾ സമയം 5 മണിയായി. ഞാനൊരു ക്വിക്ക് കോഫി ബ്രേക്ക് എടുത്താണ് കേട്ടോ. പക്ഷെ കോഫി ഇപ്പോൾ കുടിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഏട്ടൻ വന്നു കഴിയുമ്പോൾ എന്തായാലും കോഫി ഉണ്ടാക്കും. അപ്പോൾ ഒന്നിച്ച് കുടിക്കാമല്ലോ, വെറുതെ എന്തിനാ 2 പ്രാവശ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കോഫി ഇപ്പോൾ കുടിക്കുന്നില്ല. പൊതുവേ എനിക്കിങ്ങനെ കോഫി ബ്രേക്കിനും ലഞ്ചിനും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല. നമുക്ക് കോളൊന്നും ഇല്ലാത്ത സമയത്ത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നീങ്ങി പോകാമെന്നേ ഉള്ളൂ. അപ്പം ഇന്ന് പറഞ്ഞല്ലോ, എനിക്ക് 2 മണിക്ക് കറക്റ്റ്, സാധാരണ 2 മണിക്ക് ഏട്ടൻ ഓഫീസിൽ നിന്ന് വരും ലഞ്ച് കഴിക്കാൻ. ആ സമയത്താണ് ഞാനും ലഞ്ച് എടുക്കാറ്. പക്ഷെ ഇന്ന് എനിക്ക് കറക്റ്റ് 2 മണിക്ക് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2:30 കഴിഞ്ഞു ഞാൻ ലഞ്ച് എടുത്തപ്പോൾ. അതേപോലെ ഇപ്പോൾ എനിക്കൊരു കോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം എന്തായാലും ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് ബാക്കി ഇനി ഇന്ന് വർക്ക് ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല, നോക്കാം. എന്തായാലും എപ്പോഴാണ് ലോഗ് ഓഫ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഒരു നല്ല വെളിച്ചം, ഒരു സൺ കിസ്ഡ് വീഡിയോ പോലൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെറുതെ എടുത്തേക്കാമെന്ന്. ഇതാണ് എൻ്റെ വർക്കിംഗ് ഡേ കോലം. മൺഡേ ടു ഫ്രൈഡേ ശില്പ NS ഇങ്ങനെയാണ്.
വർക്ക് കഴിഞ്ഞു തോന്നുന്നു. ഇവിടെ എനിക്ക് മീറ്റിംഗ് നടക്കുമ്പം പാവം ഓഫീസിൽ നിന്ന് വന്നിട്ട് കോഫി ഉണ്ടാക്കുന്ന ഒരാൾ. അടിപൊളി ഫ്രെയിം ആട്ടോ അത്. ആ ഒരു ബാക്കിലൊരു ഓറഞ്ച് ലൈറ്റും നല്ല രസമുണ്ട്. So she's cold, she comes downstairs to adjust the thermostat. Thermostat? Yes, right over there. She confronts the intruder. He shoots her. One shot, 38 caliber. Your husband hears the shot. He grabs his gun. It's a 9mm Glock. It's registered. We already checked. Where was it? Upstairs in a lockbox near the bed. So we confront him downstairs. The intruder fires. ഗൈസ്, നമ്മുടെ ഡിന്നറിന്റെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇന്ന് ചപ്പാത്തിയും കടലയും ആവാമെന്നായിരുന്നു. നമ്മൾ ഇന്നലെ പുട്ടും കടലയും ഉണ്ടാക്കി, കടല കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചപ്പാത്തി വെച്ചാൽ മതി അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അതിപ്പോൾ ഞാൻ ഓർത്തില്ല. നമ്മൾ ഇന്നലെ പുട്ടിന് മിക്സ് ചെയ്ത പൊടി കുറച്ചധികം മിച്ചം ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നും കൂടി നമ്മൾ പുട്ടും കടല തന്നെയാണ് ഡിന്നറിന്. ഇതാ ആദ്യത്തെ കുറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. താങ്ക്സ്. മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ കൂടിപ്പോയാൽ ഒരു 8 മണിക്കൂറേ നമ്മൾ പരസ്പരം കാണുന്നുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. ബാക്കിയുള്ള സമയം ഒന്നെങ്കിൽ നമ്മൾ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഓഫീസിലും ഒരാൾ വീട്ടിലും ആയിരിക്കും. ഇനി ഈ 8 മണിക്കൂറിൽ തന്നെ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട പല പല കാര്യങ്ങളും കാണും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും ടിവിയും ഫോണും മാറ്റിവെച്ച് നമ്മൾ രണ്ടുപേരും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെടുത്തിരിക്കുന്ന ഒരു ചെറിയ തീരുമാനമാണ്. അത് ചിലപ്പം ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ബാൽക്കണിയിൽ പോയി നിന്ന് കുറച്ച് നേരം സംസാരിക്കുമായിരിക്കും. അങ്ങനെ ഞാൻ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അതും വർക്കിംഗ് ഡേ തന്നെ കാണിക്കണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു അവധി ദിവസം കാണിക്കുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ അവധി ദിവസം വെറുതെ ഇരിക്കാറില്ല. ഒന്നെങ്കിൽ ഫുള്ള് ഷൂട്ടുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകും. അപ്പോൾ അത് കാണുമ്പം കുറച്ച് പേർക്കെങ്കിലും തോന്നും ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഹാപ്പനിങ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഫോം അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു വർക്കിംഗ് ഡേ കാണിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് കിട്ടുമല്ലോ, ഒരു ഐഡിയ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് വർക്കിംഗ് ഡേ തന്നെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ ജിമ്മിലും കൂടെ പോയില്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേ എത്ര ബോറിംഗ് ആണ് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റുന്നവർ പോകാൻ നോക്കുക, പോകാൻ പറ്റാത്തവരൊട്ടും വിഷമിക്കണ്ട, വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാനെങ്കിലും പോവുക. കാരണം ഇത് നമ്മളുടെ ബോഡീനെ മാത്രമല്ല, നമ്മളുടെ മൈൻഡിനെ ഭയങ്കര പോസിറ്റീവായിട്ട് വെക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു വർക്കിംഗ് ഡേ. ഇത് കാണുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ് എന്നും വിചാരിക്കരുത്. നമ്മൾ കുക്കിംഗ് ഒക്കെ ഉള്ള ദിവസം വീഡിയോ എടുക്കാൻ തന്നെ നല്ല പാടായിരിക്കും, നല്ല തിരക്കായിരിക്കും, ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.